നമസ്കാരം. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വെച്ച പരിപാടിയിൽ ക്രിസ്ത്യൻ ഗാനം പാടിയത് കൊണ്ട് ഇനി ആ പള്ളിയിൽ രാമനാമം ജപിക്കണം അല്ലെങ്കിൽ രാമനെ കുറിച്ച് പാടണം എന്നൊരു സന്യാസി വര്യൻ പറയുന്നത് കേട്ടു. സത്യത്തിൽ തല കുനിഞ്ഞുപോയി. ആ സന്യാസി വര്യന് അത്യാവശ്യം വിവരവും ബോധമുള്ള ഒരാളായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അത്രത്തോളം മൂല്യവത്തായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വിവരക്കേട് പറയാൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് മതം, എന്താണ് മതവിശ്വാസം, എന്താണ് ദേവാലയം എന്ന് അറിയാത്ത ആളല്ല ആ പണ്ഡിതൻ എന്ന് പറയുന്നത്. പാണ്ഡിത്യത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ചില പൊട്ടത്തരങ്ങൾ പറയുന്നു. മഹാപൊട്ടത്തരമാണ് പറഞ്ഞത്. ഒരു പള്ളിന്റെ ഉള്ളിൽ നിന്നും രാമനാമം ജപിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു മസ്ജിദിൽ നിന്നും രാമനാമമോ കർത്താവിനോട് സ്തുതിയോ പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും അവിടെ ഇസ്ലാമികമായിട്ടോ ക്രിസ്തീയമായിട്ടുള്ള ഒരു ആരാധന നടത്തേണ്ട ആവശ്യമില്ല. അതിനൊക്കെ അവരവരുടെ ആരാധനാലയങ്ങളുണ്ട്. പള്ളീന്റെ പണി ഇപ്പൊ നിസ്കാര പള്ളിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിൽ എന്താ എടുക്കാണ്ട് അവിടെ വന്നാൽ അത് എവിടെ ഒരു ഹിന്ദു ചെന്നിട്ട് എനിക്കിവിടെ മെമ്പർമേ കയറിയുന്നുണ്ട് രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞാൽ നല്ല അടി കൊടുത്തു വിടണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്ര നടയിൽ ചെന്നിട്ട് ഇത് പരമകാരുണികനായ ദൈവമാണ്, ദൈവം ഒന്നാണ്, അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജപമാല എടുത്തുകൊണ്ട് ജപിക്കാൻ പോകുന്നു, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കുർബാന ചൊല്ലാൻ പോകുന്നു പറഞ്ഞാൽ അവനും അതുപോലെ അടി കൊടുത്തു വിടണം. അതാ വേണ്ടത്. അത് ഏത് മതസ്ഥനായാലും എങ്ങനെയായാലും അതൊക്കെ അവനവന്റെ ആലയങ്ങളിൽ മതി. അപ്പൊ ചോദിക്കും, ഇവിടെ പാട്ട് പാടിയത് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കടക്കൽ തിരുവാതിരയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു കാലത്ത് അതിൻ്റെ ഒരു ഉത്സവ കമ്മിറ്റി അംഗമായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അത് ഉത്സവ കമ്മിറ്റിയാണ്, ക്ഷേത്ര കമ്മിറ്റിയല്ല, മനസ്സിലാക്കണം. ആ ഉത്സവ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ പരിപാടികൾ നടത്താൻ കുറെ ആൾക്കാർ വേണം. പണ്ടിപ്പായാലും അതിനും ഇതിനും ആൾക്കാർ വേണം, ഫണ്ട് ഉണ്ടാക്കാൻ ആൾ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പിരിച്ചുണ്ടാക്കാനും എല്ലാം പണം ആവശ്യമുള്ളത് കൊണ്ട് വലിയ ഒരു സന്നാഹം ഉണ്ടാകും. അതായത് ഒരു ദിവസം തന്നെ 2 നാടകം, ഒരു ഗാനമേള ഒക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഒരു നാടകം, ഒരു ബാലയാണെങ്കിൽ നേരം വെളുക്കുവോളം ഉണ്ടാവും. ചിലപ്പോൾ ഒരു കഥാപ്രസംഗം, ഒരു നാടകം, അതുപോലെ മറ്റെന്തെങ്കിലും ഒരു 2-3 പരിപാടി ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ഒരു 10-12 ദിവസം ആഘോഷമാണ്. അത്രത്തോളം ഒരു വലിയ പരിപാടി ഒരു നാടിന്റെ ആഘോഷമായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാ മതസ്ഥരും അതിൽ പങ്കാളിയാവും. അതിൽ ഹിന്ദു മുസ്ലിം, ആദ്യം ഹിന്ദുക്കളാണ് കൂടുതൽ, പിന്നെ മുസ്ലിമാണ് ഏരിയയിൽ കൂടുതൽ എന്നതുകൊണ്ട് കുറെ ആൾക്കാർ മുസ്ലിംസ് ഉണ്ടാവും. പിന്നെ ക്രിസ്ത്യൻസ് വളരെ വളരെ കുറച്ച്, എണ്ണത്തിൽ കുറവാണ് ആ നാട്ടിൽ. അതുകൊണ്ട് വളരെ 1-2 പേര് മാത്രമേ അതിനകത്ത് ഉണ്ടാകുകയുള്ളൂ. അത് ഉത്സവത്തിന്റെ കാര്യത്തിലാണ്. ഒരു ആരാധനയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അതത് മതസ്ഥരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു ആരാധന നടക്കുമ്പോൾ ആ ആരാധനാ കർമ്മം നടത്താൻ അല്ലെങ്കിൽ അതിൽ ചെന്ന് പങ്കെടുക്കാൻ വേണ്ടി വേറെ മതസ്ഥരാരെങ്കിലും ചെന്ന് പങ്കെടുക്കാറുണ്ടോ? ഇല്ലെന്ന്. കാരണം ഒരു മുസ്ലിം പള്ളിയിൽ ഇപ്പോൾ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പോയി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു മുസ്ലിം പോയി നിസ്കരിച്ചാൽ മതി, അവൻ ഖുർആൻ ഓതിയാൽ മതി. ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഓതാനും വേറെ വേദഗ്രന്ഥങ്ങളുണ്ട്, അതെടുത്ത് ഓതിയാൽ മതി അവൻ. അല്ലാതെ വേറെ എടുത്ത് ഓതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവനവന്റെ വേദഗ്രന്ഥങ്ങൾ തന്നെ മതി. അതിപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസൽമാനായാലും. അങ്ങനെ നോക്കുമ്പോൾ ആഘോഷങ്ങളുടെ വേളകളിൽ അവിടെ എല്ലാവർക്കും കൂടി ആ നാടിന്റെ ഉത്സവമാണ്. മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഘോഷങ്ങൾ വെക്കും. അതിനാണ് ഈ ആഘോഷങ്ങൾ. ആരാധനാ കർമ്മങ്ങളും ആഘോഷങ്ങളും രണ്ടാണ്. ആഘോഷങ്ങൾ പൊതുവായി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാനുള്ളതാണ്. അത് പള്ളി കമ്മിറ്റി ആയാലും, ഇനി മസ്ജിദ് കമ്മിറ്റി ആയാലും, അത് അമ്പല കമ്മിറ്റി ആയാലും, ഇനി അതല്ല ഓണാഘോഷ കമ്മിറ്റി ആയാലും, എന്തായാലും അത് നടത്തുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അത്തരത്തിലൊരു പരിപാടി ഒരു ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി, അവിടെ ഒരു ആഘോഷം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ നന്ദഗോവിന്ദം ഭജൻസ് ഒന്ന് പാടിയപ്പോൾ അത് കാണാനും അത് കേൾക്കാനും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോവും. കാരണം അതൊരു പൊതുപരിപാടിയാണ്, ആരാധനയല്ല. അവിടെ ഈ ക്രിസ്ത്യാനികൾ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തത് ആഘോഷമായതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളാണ് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ആഘോഷത്തിന്റെ ഭാഗമായി അവർ പങ്കെടുക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാട്ട് ഇരുന്നോട്ടെ എന്ന് കരുതി ഒരു തെറ്റുമില്ല. ഹിന്ദുവിന്റെ കാര്യം അങ്ങനെ. എന്നാൽ ഇനി ഒരു മുസ്ലിം പള്ളിയിൽ നോക്കാം. മുസ്ലിം പള്ളിയിൽ അവരുടെ ആഘോഷപരമായിട്ട് ഇപ്പൊ പെരുന്നാളിനോ അല്ലെങ്കിൽ അതുപോലെ നബിദിനത്തിനോ അതുപോലെ എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി പൊതുവായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ശ്രീരാമനെ കുറിച്ചൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചൊരു പാട്ട് പാടാനോ അവസരം കൊടുക്കുന്നു വെച്ചാൽ ഇല്ല. കാര്യം അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ടാണ് അവർക്കെല്ലാം ആരാധനയാണ്. ആരാധനയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്നത് കൊണ്ട് അങ്ങനെ പാട്ടും കൂത്തും മറ്റു പരിപാടികളൊന്നും ഇല്ല, ആഘോഷങ്ങളില്ല. അതായത് ക്ഷേത്രമായാലും പള്ളി ആയാലും അതിന് മസ്ജിദ് ആയാലും അവരുടെ ആരാധനയുടെ ഭാഗമായി ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ആരാധനാലയത്തിൽ ഒരു പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ളവരുടെ ഒരു മതസ്ഥരുടെയും ഒരു ആലാപനവും നടത്തേണ്ട ഒരു ആവശ്യമില്ല. നേരെ മറിച്ച് ആഘോഷമാണ് എന്നുണ്ടെങ്കിൽ ആ ആഘോഷത്തിൽ സർവ്വമതസ്ഥരും സർവ്വമത വിശ്വാസികളും പങ്കെടുക്കുന്നത് കൊണ്ട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ പരിപാടി നടത്താൻ. അക്കാര്യത്തിൽ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബിദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നബിദിനം മറ്റുള്ളവർ ആഘോഷിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വരിയ പോകുന്ന കുട്ടികളുണ്ടല്ലോ,
ആ കുട്ടികൾക്ക് മിഠായിയും പായസവും ചോറുമായിട്ട് കാത്തു നിൽക്കുന്ന എത്ര അമ്മമാരും എത്ര സഹോദരങ്ങളും ഉണ്ട് ഒന്ന് ആലോചിക്കണ്ടേ. അതായത് ഇവിടെ മതസൗഹാർദ്ദത്തിന് കുഴപ്പമൊന്നുമില്ല, മനുഷ്യ സൗഹാർദ്ദത്തിലാണ് കുറവ്. ഈ മനുഷ്യ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ടാണ് മതത്തിനെ കൂട്ടുപിടിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ആഘോഷങ്ങൾക്ക് ജാതി കൊടുക്കേണ്ടതില്ല. ആഘോഷങ്ങൾ ഏതെങ്കിലും ഒരു മതസ്ഥനെ നടത്തുള്ളൂ. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ആരായാലും ഏതെങ്കിലുമൊക്കെ മതസ്ഥനായിരിക്കുമല്ലോ. ഇനി അഥവാ ഇനി ഒരു മതത്തിലും ഇല്ല എന്ന് പറഞ്ഞ യുക്തിവാദിയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവനും ആ പേര് കൊണ്ട് ഏതെങ്കിലും ഒരു തിരിച്ചറിഞ്ഞ ഒരു മതസ്ഥനായിരിക്കും. അവനെ ആ മതത്തിൽ തന്നെ ബാക്കിയുള്ളവർ കാണുകയും ചെയ്യൂ. ഏതായാലും അത്തരത്തിലൊരു പൊതുപരിപാടി നടക്കുമ്പോൾ, ഒരു ആഘോഷം നടക്കുമ്പോൾ, ആ ആഘോഷത്തിൽ ഹിന്ദുവിന്റെ ആഘോഷമാണെന്നുണ്ടെങ്കിൽ മുസൽമാനും ക്രിസ്ത്യാനിക്കും, ഇനി ക്രിസ്ത്യാന്റെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദുവിനും മുസൽമാനും, ഇനി മുസ്ലിമാണ് ഒരു പരിപാടി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പങ്കെടുക്കാനും അവരുടെ കഴിവുകളൂടെ അവിടെ പങ്കുവയ്ക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കാനും കഴിയുമ്പോഴാണ് സൗഹാർദ്ദം പൂത്തുലയുന്നത്. ഇവിടെ 3 വിധത്തിലാണ് കാര്യങ്ങൾ. ഹിന്ദു വിഭാഗം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ കുറച്ച് വിശാല മനസ്കരാണ്. അവരുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഗാനം പാടി എന്ന് പറഞ്ഞിട്ടോ ഒരു മുസ്ലിം ഗാനം പാടി എന്ന് പറഞ്ഞിട്ടോ ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. പിന്നെ മുസ്ലിങ്ങൾ അത്തരത്തിൽ പരിപാടി നടത്താത്തത് കൊണ്ടാണ് അവർ നമ്മളത് മാറ്റിവെക്കുന്നത്. പകരം അവർ ചെയ്യുന്നത് മറ്റ് ദാനകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരുടെ ആഘോഷങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അതിന്റെ ആ പുണ്യകർമ്മങ്ങളിലും ആ ദാനകർമ്മങ്ങളിലും മറ്റു മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ വയനാട്ടിലെ വീട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടുത്തെ മുസ്ലിം ലീഗ് കൊടുത്ത വീട് ആദ്യം വിളക്ക് തെളിച്ച് പാല് കാച്ചത് ആരാ? ഞാൻ ജാതി മതം പറയുന്നതല്ല. അങ്ങനെയാണ്. ജാതി മതമൊന്നും അവിടെ ഇല്ല. ഒരാൾക്ക് കൊടുക്കുന്ന ദാനം അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന സഹായം, ഒരാൾക്ക് കൊടുക്കുന്ന എന്താ പറയുക ഇഷ്ടം, സ്നേഹം, അതിനൊന്നും ജാതി മതമൊന്നുമില്ല. ആരാധന വേറെ, ബാക്കി ആഘോഷങ്ങൾ വേറെ. ഒരു മുസ്ലിമിന്റെ ആഘോഷം അങ്ങനെയാണ്. അവൻ മറ്റുള്ളവർക്ക് ഭക്ഷണമായി കൊടുക്കുക, അവനെ വസ്ത്രം കൊടുക്കുക, വിദ്യാഭ്യാസ ചെലവ് കൊടുക്കുക, ആശുപത്രി ചെലവ് കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ എന്താണ് സഹായം ആവശ്യം അതാണ് അവന്റെ ആഘോഷം. അവരത് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് നാടകവും അതും ഇതുമൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിം അത് കാണാൻ പോകുന്നുണ്ട്, അതിലേക്ക് സംഭാവന കൊടുക്കുന്നുമുണ്ട്, ഇല്ലേ? അപ്പോൾ അത്തരത്തിൽ പരിപാടി നടക്കുന്ന ഒരു ആഘോഷമാണ്. അത് ആരാധനയല്ല. ആരാധനയിൽ മറ്റുള്ള മതസ്ഥരെ കയറ്റേണ്ടതില്ല, മറ്റുള്ള ആൾക്കാരെ അങ്ങോട്ട് അടുപ്പിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവനവന്റെ ആരാധനയുണ്ട്, അതങ്ങ് ചെയ്തേച്ചാൽ മതി. എന്നാൽ ആഘോഷങ്ങളിൽ അത് നാടിന്റെ തന്നെ ആഘോഷമാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. ഓരോ മതസ്ഥരും ഏതേത് വിധത്തിലാണോ ആഘോഷിക്കാനായിട്ട് അവരുടെ ആഘോഷം നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ മറ്റുള്ളവരുടെ പങ്കാളികളായി ഇവിടെ മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുകയാണ് സത്യത്തിൽ വേണ്ടത്. Different angles. Don't forget to subscribe and support this channel.